USS എക്സാമിനായിക്കോട്ടെ അല്ലാത്ത എക്സാംസിനായിക്കോട്ടെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആണല്ലേ നമ്മുടെ റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ USS എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരൊറ്റ ക്ലാസ്സിൽ മിസ് പറഞ്ഞാലോ? യെസ്, നോക്കിക്കോ. ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ: അനുവും കണ്ണനും 2200 രൂപ 3:8 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു. അനുവിന് എത്ര രൂപ കിട്ടി? അനുവും കണ്ണനും ഉണ്ട്. അവരെന്താ ചെയ്തത്? അനു ഈസ് ടു കണ്ണൻ. അനുവും കണ്ണനും തമ്മിലുള്ള റേഷ്യോ എന്താന്നാ പറഞ്ഞത്? അംശബന്ധം എന്താന്നാ പറഞ്ഞത്? 3:8 ആണ്. 3:8 എത്ര? 2200 രൂപ 3:8 അംശബന്ധത്തിൽ വീതിച്ചെടുത്തു. അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങളുടെ മൈൻഡിലേക്ക് 3ഉം 8ഉം കൂട്ടിയാ എത്രയാ? 11 ആണ് അല്ലെ? 11ൽ 3 ഭാഗമാണ് അനുവിന് കിട്ടുക. എത്ര രൂപ വീതിച്ചോട്ടെ, എങ്ങനെ വീതിച്ചോട്ടെ, എന്തേ കിട്ടുള്ളൂ? അതിന് 11 ഭാഗമാക്കിയാൽ 3 ഭാഗേ അനുവിന് കിട്ടുള്ളൂ. 11ൽ 8 ഭാഗേ കണ്ണന് കിട്ടുള്ളൂ. അപ്പൊ എത്രയായിരിക്കും കിട്ടുക? 11ൽ 3 ഭാഗമാണ് അനുവിന് കിട്ടുക. നമ്മളോട് അനുവിൻ്റെതാ ചോദിച്ചത്. ആരുടെ? 2200 രൂപന്റെ. 2200 രൂപന്റെ. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവന്മാരെ ഡിവൈഡ് ചെയ്യാൻ പറ്റെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. 2200/11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22/11 2ആണ്. അപ്പൊ 200 അല്ലെ? അപ്പൊ 3 × 200, അതായത് എത്ര വരിക? 600 ആയിരിക്കും ആൻസർ. നമ്മളുടെ ആൻസർ ഡി. സിമ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ റെക്ടാംഗിൾ ഹാസ് എ ലെങ്ത് ടു ബ്രെഡ്ത്ത് ഇൻ ദ റേഷ്യോ 5:3. ഇഫ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 64, വാട്ട് ഈസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? ഇതെന്തോ സംഭവം എന്ന വിചാരം. ഒന്നുമില്ല, നമ്മൾ മലയാളം ഇതിൽ കാണുന്നില്ല അല്ലെ? ഒന്നും പറഞ്ഞിട്ടില്ല. അതാ നോക്കിയേ, നമ്മളെ ഒരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര എന്നാ പറഞ്ഞത്? 5:3 ആണ് എന്നാ പറഞ്ഞത്. നമുക്ക് നീളം ഈസ്റ്റു വീതി അല്ലെങ്കിൽ ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത്? 5:3 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പെരിമീറ്റർ 64 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രന്നാ ചോദിച്ചത്. പെരിമീറ്റർ 64 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്? ഈ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രന്നൊക്കെ ചോദിക്കുന്ന കേസാണെങ്കിൽ, ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയെന്ന് ചോദിക്കുന്ന കേസാണെങ്കിൽ നിങ്ങൾ നോക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇതിൽ എന്തെങ്കിലും ഒരു ഹിന്റ് നിങ്ങൾക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും. ഇവിടെ എന്താ ഹിന്റ്? പെരിമീറ്റർ എത്രയാണ്? 64 ആണ്. ഓക്കെ, 64 ആണ്. അങ്ങനെയെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം. ഓക്കെ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണാൻ പറ്റുമെന്ന്. നേരത്തെ നോക്ക്, അനുവും കണ്ണനും 3:8 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ആരെയാ വീതിച്ചെടുത്തത്? 2200 രൂപേനെ. അപ്പൊ അനുവിനും കണ്ണനും കിട്ടിയ തുകകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 2200 കിട്ടും. അതുപോലെ തന്നെ ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് 5:3 ആണ്. അവിടെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് നീളവും വീതിയും കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് അറിയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയായിരിക്കും? ഇതാ നോക്ക്, ലെങ്ത് നമുക്കറിയാം 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ആര്? നമ്മളുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. അത് എത്രയാന്നാ പറഞ്ഞത്? 64 പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 64/2, അതായത് 32 ആയിരിക്കും ആൻസർ. ഓക്കെ, 64/2 32 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവനും കൂടി കൂട്ടിയാൽ 32 ആണ് കിട്ടുക. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 5 3 എത്ര? 8. 8ൽ ലെങ്ത് എന്ന് പറയുന്നത് 8ൽ 5 ഭാഗമാണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 8ൽ എത്ര ഭാഗ? 3 ഭാഗമാണ്. ആരുടെ? ആകെ 32 ഉള്ളത്. ഇവന്മാർ രണ്ടാളും കൂടെ കൂട്ടിയാൽ 32 ആണ്. അപ്പൊ 32ന്റെ 8ൽ 5 ഭാഗമാണ് ഇവന്. ഇതെന്താണ്? 32ന്റെ 8ൽ 3 ഭാഗം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരെ ഹരിക്കാൻ പറ്റുമോ? 32/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് അല്ലെ? അപ്പൊ 5 × 4 20 വരും. ഇതെത്രയാണ്? 32/8 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 3 × 4 എത്ര വരും? 12 വരും. അപ്പൊ 20 12 എ ആയിരിക്കും ആൻസർ. അപ്പൊ എവിടെ സമ്മ് തന്നോ, തുകകൾ ഇവന്മാർ തമ്മിലുള്ള തുക തന്നിട്ടുണ്ടെങ്കിൽ, അംശബന്ധങ്ങൾ തമ്മിലുള്ള തുക തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി വേറെ നോക്ക്. 2 numbers are in the ratio 4:7. If their difference is 27, what are the numbers? ഓക്കെ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇതിന്റെ ഡിഫറൻസ് ആ തന്നിട്ടുള്ളത്. അതായത് ഇവർ പറയാണ് 2 സംഖ്യകൾ, മലയാളം മീഡിയം കേട്ടോ, 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:7 ആണ്. ഇവരുടെ വ്യത്യാസം 27 ആണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇതാണ് നിങ്ങളോട് തന്നിട്ടുള്ളത്. അപ്പൊ സംഖ്യ 1, അപ്പൊ നമ്പർ 1 നമ്പർ 2, ഏതോ 2 നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? 4:7 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ എക്സ് വെച്ചിട്ട് ചെയ്യുന്ന എന്നാ നല്ലത്. അതായത് ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ് എന്നാണോ പറയുന്നത്? അല്ല, 4നോട് എന്തെങ്കിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തത്, അതായത് 4x ആണെന്നാണ് ഇവർ പറയുന്നത്. നമ്പർ 2 എന്താണ്? രണ്ടാമത്തെ സംഖ്യ 7നോട് എന്തോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 7x. എന്നിട്ട് ഇവരെന്താ പറഞ്ഞത്? ഇവരുടെ ഡിഫറൻസ്,
വ്യത്യാസം എന്ന് പറഞ്ഞാൽ 27. അതായത് 7x-ഉം 4x-ഉം തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 27 കിട്ടും. 7x നിന്ന് 4x പോയാൽ എത്രയാ? 3x അല്ലേ? 3x എത്രയായിരിക്കും? 27 ആയിരിക്കും. അങ്ങനെയെങ്കിൽ x എത്രയാ വരികടാ? 27/3. അതായത് എന്തായിരിക്കും? 9 ആണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇതാ നോക്കിയേ, ഓരോ സംഖ്യകൾ നോക്ക്. ഈ ഒന്നാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 4x, അതായത് 4 × 9 എത്ര വരും? 36 ആണ്. 7x, അതായത് 7 × 9 എത്ര വരിക? 63 ആണ്. അപ്പൊ ഏതാണ്? 36, 63. തുക തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടാൽ മതി. ഇങ്ങനെ എക്സ് വെച്ച് കാണുന്നതിന് കൊണ്ടും നോ പ്രോബ്ലം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 5x 3x എന്ന് എടുത്തിട്ട് 5x + 3x 32 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തുകയാണ് തന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഇങ്ങനെ ഡിഫറൻസ് വ്യത്യാസമാണ് തന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത് നോക്ക്, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് 48:16 72:x ആണെങ്കിൽ എക്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ട അറിയോ? 48:16 ആദ്യം ഒന്ന് ചെറുതാക്കി എഴുതാം. എല്ലാത്തിലും ഇങ്ങനെ ചെറുതാക്കി എഴുതാൻ പറ്റുന്നതുണ്ടാവും. 48:16 എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? സിമ്പിൾ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ആയിട്ടാ? 6ഉം 16/8 എന്ന് പറയുമ്പോൾ 2 ആണ്. 6ഉം 2ഉം. ഇനി നോക്ക്, ഇതിന് വേണമെങ്കിൽ എനിക്ക് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തായിട്ടാ? 3:1. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 3:1 എന്തിന് തുല്യമാണ്? 72:x തുല്യമാണ്. അങ്ങനെയെങ്കിൽ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 3 എങ്ങനെ 72 ആയി? 3നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 72 കിട്ടുന്നത്? നമുക്ക് ഞാൻ 72നെ 3 കൊണ്ട് ഹരിച്ചു നോക്കിയേ. അതായത് 2 എണ്ണം ഉണ്ട്, 6 ആണ്, 12ൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ 24 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 72 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 1നെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് കിട്ടും. അതായത് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 ആയിരിക്കും. 1 × 24 24 ആയിരിക്കും. അപ്പൊ ഏത് ആൻസർ? 24 ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? കാര്യം സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ നോക്കി 6:18 എന്ന് പറയുന്നത് 21:x തുല്യമാണെങ്കിൽ എക്സ് എത്രയാണെന്ന് ചോദിച്ചത്. ഞാൻ എന്താ പറയുന്നത്? ആദ്യം 6:18 ചെറുതാക്കണം. ഞാൻ 2നെയും വേണമെങ്കിൽ എനിക്ക് ഒരു 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാലോ. 2നെയും ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6/6 1 ആണ്. 18/6 3 ആണ് അല്ലേ? ഒരു 6 6 2 6 12 3 6 18. 18/6 3 ആണ്. ഇനി നോക്കിയാടാ, ഇനി എന്താ നമ്മൾ ചെയ്യാം? ഇത് എന്തിന് തുല്യാന്നാ പറഞ്ഞത്? 21:x തുല്യാന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കുക, 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 കിട്ടുന്നത്? 21 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അതുപോലെ 3നെ 21 കൊണ്ട് ഗുണിച്ച് നോക്കുക, എത്ര കിട്ടാ? 3 2 എന്ന് പറഞ്ഞാൽ 21 × 3 എന്ന് പറയുമ്പോൾ 3 1 3 ആണ്, 3 2 6 ആണ്. ഏത് ആൻസർ വരിക? 63 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. റെഡി? സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണടാ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വഴികളൊന്നും ആരും നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മോഡൽ എക്സാം ഓൺലൈനായിട്ട് February 22 കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ ഉറപ്പ് തരാലോടാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മിസ്സേ എങ്ങനെ ഇപ്പോൾ എഴുതി തീരുമോ? മോഡൽ എക്സാം എഴുതി കഴിയോ? അല്ലെങ്കിൽ ഞങ്ങളുടെ US എക്സാം വരുമ്പം ഞങ്ങൾക്ക് സമയത്ത് എഴുതാൻ പറ്റുമോ? എനിക്കിതൊക്കെ ഓർമ്മ ഉണ്ടാവോ? അങ്ങനൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം നടത്തുന്നത്. എന്തിനാടാ വെറുതെ ഇത് മിസ്സാക്കി വിടുന്നത്? നിങ്ങൾക്ക് ഫുൾ ബെനിഫിറ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മോഡൽ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, അടിപൊളിയാവും. നിങ്ങൾക്ക് ഒന്നുകൂടി എഴുതാനുള്ള ഒരു ഇത് വരും. ഈ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് പ്രൈസസും ഉണ്ട്. ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് എത്ര അറിയോ? 10,000 രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇനി നമ്മളുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട് കേട്ടോ. അതിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ടോപ്പേഴ്സിന് നമ്മൾ 3,000 രൂപ കൊടുക്കുന്നുണ്ട്. അതുമല്ല, നമ്മളുടെ ടോപ്പ് 10 സ്റ്റുഡൻസിന് എന്താണുള്ളത് അറിയോ? ISROയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എഴുതാൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ സ്കൂളൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ മിസ് പറയും, എങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ മിസ് പറഞ്ഞുതരും. ഒക്കെ യൂട്യൂബിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ്. സോ മിസ് ചെയ്യരുത്, വെറുതെ മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ISROയിലേക്ക് ഒരു ട്രിപ്പ് പോകണം. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് two vessels are 3:4. Okay, 2 vessels are 3:4. What is the volume of small vessel if the volume of large vessel is 96? അതായത് നമുക്ക് നേരത്തെ തന്ന സെയിം ക്വസ്റ്റ്യനെ ഒന്ന് അപ്ലിക്കേഷൻ ലെവലിലേക്ക് ഒരു മാറ്റി. 2 പാത്രങ്ങളുടെ ഉള്ളളവ്, ഒരു ചെറിയ പാത്രവും ഉണ്ട്, വലിയ പാത്രവും ഉണ്ട്. അതായത്
സ്മോളും ഉണ്ട്, ലാർജും ഉണ്ട്. ഇവന്മാർ തമ്മിലുള്ള ഉള്ളളവിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. അങ്ങനെയെങ്കിൽ വലുതിൻ്റെത് 96 ആണെങ്കിൽ ചെറുതിൻ്റെത് എത്ര എന്നാ ചോദിച്ചത്. വലുതിൻ്റെത് 96 ആണെങ്കിൽ ചെറുതിൻ്റെത് എത്ര? ഇത് 3:4 ആണ് അംശബന്ധം. ഇതിന്റെ വോളിയം 96 ആവുമ്പോൾ ഇതിന്റെ എത്ര? 3 എങ്ങനെ മക്കളായിട്ട് 96 ആയി? നമ്മളൊന്ന് ഹരിച്ചു നോക്കുക. 96നെ 3 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 3 ഉണ്ട്, 9 ആണ്, 0 6 എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. ഇൻറ്റു 32 ചെയ്യുമ്പോഴാ അതുപോലെ മക്കൾ എന്ത് ചെയ്യുക? ഇവിടെയും ഇൻറ്റു 32 ചെയ്യുക. അതായത് 32 × 4 4 2 8 ആണ്, 3 4 12 ആണ്, 128. 3:4. എവിടെ ഞാൻ വിചാരിക്കുക അയ്യോ തെറ്റിയോ പോയോന്ന്. എനിക്ക് തെറ്റ് പറ്റി, പക്ഷെ നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റരുത്. നമ്മളോട് എന്താ പറഞ്ഞത്? ലാർജ് വെസലില് വലിയ പാത്രത്തിൽ 96 കൊള്ളുന്ന. ഞാൻ ഏതിന്റെ താഴെ അത് എഴുതി കൊണ്ടുവച്ചത്? ചെറുതിന്റെ താഴെ. ഇങ്ങനൊന്നും പറ്റാൻ പാടില്ല. ഇങ്ങനെ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെന്ന് അറിയോ ഇതുപോലെയുള്ള ഓപ്ഷൻസ് തന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നോക്കിയേ, എന്താ പറഞ്ഞത്? വലിയ പാത്രത്തിലാണ് 96 ലിറ്റർ വെള്ളം കൊള്ളുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ നോക്ക്, വലിയ പാത്രത്തിൽ 96 ആണേ. അങ്ങനെയെങ്കിൽ ചെറുതിൽ എത്ര വെള്ളം കൊള്ളുന്നാ ചോദിച്ചത്. അതിന്റെ വോളിയം എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ 4 എങ്ങനെ 96 ആയി എന്നാണ് മിസ് നോക്കണ്ട. 96നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 2 4 പോവും. 2 4 8 ആണ്. ഇനി 16ൽ എത്ര 4 ഉണ്ട്? 4 4 ഉണ്ട്. 16 0 ആണ്. അതായത് ഇതിനെ 24 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 96 കിട്ടിയത്. അതുപോലെ മിസ് എന്ത് ചെയ്യും? ഇതിനെ 24 കൊണ്ട് ഗുണിക്കും. 24 × 3 3 4 12 1 3 2 6 7, അതായത് 72 ആയിരിക്കും. യെസ്, കിട്ടിക്കഴിഞ്ഞു. റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഒരു കിടുക്കാച്ചി പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിയേ, there is a mixture of 12 liters of blue paint and 7 liters of yellow paint. അപ്പൊ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഓക്കെ, ബ്ലൂവും യെല്ലോ എത്രയാണ്? 12 ലിറ്റർ ആണ് ബ്ലൂ പെയിന്റ്, 7 ലിറ്റേഴ്സ് ആണ് യെല്ലോ പെയിന്റ്. How many more liters of yellow paint added to this mixture make the ratio 2:3? അതായത് 12 ലിറ്റർ നീല പെയിന്റും ആൻഡ് 7 ലിറ്റർ മഞ്ഞ പെയിന്റും ചേർത്ത് ഉണ്ടാക്കിയ മിശ്രിതത്തിൽ എത്ര ലിറ്റർ കൂടി മഞ്ഞ പെയിന്റ് ചേർത്താൽ 2:3 റേഷ്യോ ആവും? അപ്പൊ നമുക്ക് എന്താണ്? 2:3 ആണ് റേഷ്യോ വേണ്ടത്. നമ്മളോട് എന്താ പറഞ്ഞത്? ഇവിടെ ഓൾറെഡി എന്താ ചേർക്കേണ്ടത്? മഞ്ഞ പെയിന്റ് എത്ര കൂടി ചേർക്കണം എന്നാ ചോദിച്ചത്. നമ്മളെ ആകെ എത്ര ഉള്ളത്? നമുക്ക് മിക്സറിൽ 12 ലിറ്റർ ആണ് ബ്ലൂ. അതിലൊരു മാറ്റവും ഇല്ലേ. ബ്ലൂ അങ്ങനെ തന്നെ വെച്ചു, 12 ലിറ്റർ തന്നെ വെച്ചു. യെല്ലോ പെയിന്റ്, അതായത് യെല്ലോ പെയിന്റ് ഇപ്പൊ 7 ആണുള്ളത്. ഇനി എത്രയും കൂടെ ചേർക്കണം ഈ 2:3 ആവണമെങ്കിൽ എന്ന്. അപ്പൊ നിങ്ങൾ നോക്ക്, 12 തന്നെ. ബ്ലൂ പെയിന്റിൽ ഒരു മാറ്റവും ഇല്ല, 12 തന്നെ. ബ്ലൂ പെയിന്റ് 12 ആവുമ്പോൾ യെല്ലോ പെയിന്റ് എത്ര വേണ്ടത്? നോക്ക്, ബ്ലൂ പെയിന്റ് എങ്ങനെയാ 12 ആയത്? 2 എങ്ങനെ 12 ആയി? × 6 ചെയ്തപ്പോയാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 3 × 6 ചെയ്യണം. അതായത് 18 ലിറ്റർ വേണം. 12 ലിറ്റർ ബ്ലൂ പെയിന്റ് ആണെങ്കിൽ യെല്ലോ പെയിന്റ് എത്ര വേണം? 18 ലിറ്റർ വേണം. പക്ഷെ നമ്മളെ എത്ര ഉള്ളത്? 7 ലിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയും കൂടെ ചേർക്കണം? ഇപ്പൊ 7 ഉള്ളൂ, നമുക്ക് 18 വേണം. അപ്പൊ എത്രയും കൂടെ ചേർക്കണം? 11 കൂടെ ചേർക്കണം. എന്തോ പ്രശ്നമുണ്ടോടാ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ചോദിക്കുക. ഓക്കെ, സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു വെച്ചോ. നമ്മളുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയെങ്കിലും കൂടിയിട്ട് ഞാൻ എല്ലാ ടൈപ്പും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സോ എല്ലാ ടൈപ്പും പഠിച്ചു വെക്കണം, എല്ലാം നോക്കി വെക്കണം. ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ USS എക്സാമിന്. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതുക. അതുപോലെ തന്നെ മിസ്സിന് ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നമ്മളുടെ ഫെബ്രുവരി 10 വരെയാണ് നമുക്ക് എന്തുള്ളത്? നമ്മളുടെ 99 എന്ന് പറയുന്ന മിഷൻ USS ബാച്ചിന്റെ ഓഫർ ഉള്ളത്. ഇവിടെ ലൈവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും യൂട്യൂബിൽ ലൈവ് നമുക്ക് തരാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മളുടെ ബാച്ചിൽ എന്നും ലൈവുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റിന്റെ ലൈവ് ഉണ്ട്, കറന്റ് അഫയേഴ്സിന്റെ ലൈവ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുവരെ മിസ്സായി പോയ ലൈവുകളില്ലേ, അത് ഒന്നുകൂടെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് ഞങ്ങൾ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതും പോരെ, ഇനിയും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെയും ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ലൈബ്രറി ഉണ്ട്. ഇനി എല്ലാ ശനിയാഴ്ചയും നമ്മളുടെ മോഡൽ എക്സാം ഉണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു മിഷൻ USS എന്ന് പറയുന്ന ബാച്ച് 99 രൂപയ്ക്ക് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ. അത്രയും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ USS എക്സാം ഇപ്രാവശ്യം കുറച്ച് ടഫായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് അറിയോ? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യല. എനിക്ക് ഉറപ്പുണ്ട് അത്രയും അടിപൊളിയായിട്ടാണ് ഈ ബാച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വേഗം കൂടി പോര്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ഇത്രമാത്രം മതി. താഴെ മിഷൻ USS എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. മക്കൾ നേരെ 99 രൂപ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. 99 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എഡ്യൂപോർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞ ഒരു നമ്പർ ചോദിക്കും. ആ നമ്പറിൽ ഏതാ അടിച്ചു കൊടുക്കേണ്ട അറിയോ? നിങ്ങൾ ഗൂഗിൾ പേ ഏത് നമ്പറിലാണോ ചെയ്തത്, അതായത് അച്ഛൻ്റെ ഫോണിലാണെങ്കിൽ അച്ഛൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക, അമ്മൻ്റെ ഫോണിലാണെങ്കിൽ അമ്മൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അമ്മൻ്റെ ഫോണിൽ തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണേണ്ട നിങ്ങളുടെ ടേബിളാണെങ്കിൽ ടാബിൽ, അല്ലെങ്കിൽ താത്തൻ്റെ ഫോണിലാണെങ്കിൽ താത്തൻ്റെ ഫോണിൽ, ആരെ ഫോണിൽ വേണമെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ അടിച്ചു കൊടുക്കുന്ന നമ്പർ എന്താവണം? നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത ആ നമ്പർ ആയിരിക്കണം. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സോ വേഗം കൂടെ പോര്, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അതുമല്ല, നമ്മളുടെ ഈ ബാച്ചിലുള്ള കുട്ടികൾക്ക് നമ്മളുടെ ഫെബ്രുവരി 22 മോഡൽ എക്സാം കൂടാതെ 24 ഒരു മോഡൽ എക്സാം കൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ വേഗം കൂടെ പോര്, ഇനി വൈകിക്കാൻ നമുക്ക് സമയമില്ല. 26 നമ്മളുടെ ലൈവ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ.